ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി കോട്ടൺ സാരീസ് ആണ്. ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വന്ന ഉടനെ വീഡിയോ ഇടാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. പിന്നെ ഈ പ്യുവർ കോട്ടൺ കലംകാരി സാരീസിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. സാരി ഇതേപോലെ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, എല്ലാം നാച്ചുറൽ ഡൈങ്ങിൽ ഹാൻഡ് ബ്ലോക്കിൽ പ്യുവർ കോട്ടണിൽ വരുന്ന കലംകാരി സാരീസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ ഒരു മെറൂണിഷ് അങ്ങനത്തെ ഒരു കളറാണ്. ഒരു ബ്രിക്ക് റെഡ് മെറൂൺ മിക്സ് ആയിട്ടുള്ള കളറ്. നാച്ചുറൽ കളറിൽ എല്ലാം ഇതേപോലെ തന്നെയാണ് വരിക കേട്ടോ. ഇതേപോലെ ബോർഡേഴ്സ് ഇതേപോലെ കേട്ടോ. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഇതിൽ സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. അത് തന്നെയാണ് ഈ സാരീസിൻ്റെ ഭംഗിയും അതിൻ്റെ പ്രത്യേകതയൊക്കെ കേട്ടോ. നമ്മുടെ സിന്തറ്റിക് സാരീസിലാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ഹാൻഡ് മെയ്ഡ് സാരീസ് അങ്ങനെയല്ല. അതിൻ്റേതായ ഓരോ സാരിയും യുണീക്കായിരിക്കും. ഒരു സാരി പോലെ ആയിരിക്കില്ല അടുത്തത്. കളറാണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ബോർഡേഴ്സ് ആണെങ്കിലും സിംഗിൾ പീസ് ആയിട്ടാണ് ഈ സാരി വരിക കേട്ടോ. കൂടുതലും വല്ലപ്പോഴും മാത്രമേ മൾട്ടിപ്പിൾ പീസസ് വരുള്ളൂ. ഇതാണ് പല്ലു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻസിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ മൾട്ടിപ്പിൾ കളേഴ്സും ഈ പല്ലുവിൽ വരുന്നുണ്ട്. പിന്നെ ബ്ലൗസ് ഇതേപോലെ ആ സാരിയുടെ ഒരു ഡിസൈൻ അതിൻ്റെ ഒരു ലൈറ്റ് പാറ്റേൺ ആയിട്ടാണ് ബ്ലൗസിൽ വരിക. ഇങ്ങനെ കേട്ടോ. ഈ ബ്ലൗസിലാണെങ്കിലും ഈ സാരി അവർ ഡൈ ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഡ്രൈ ആവാണ്ടൊക്കെ ഫോൾഡ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കളർ സ്മഡ്ജൊക്കെ ബ്ലൗസ് പീസിലും വരാറുണ്ട്. അത് അങ്ങനെ വരുന്നതാണ്. അത് വളരെ കോമൺ ആണ്. അത് ഡിഫക്റ്റോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഉടുത്തു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ്, വളരെ കംഫർട്ടബിളാണ്. കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്ന സാരിയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കളറും എല്ലാ ഡിസൈനും പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മൾക്ക് അത്രയും നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കോമൺ അല്ലാത്ത പ്രിൻ്റാണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് പീസാണ്. റേറ്റ് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ 1499 ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഇനി വേഗം വേഗം ഓരോ ഡിസൈനും കാണിച്ചിട്ട് പോവാം കേട്ടോ. ഇതേപോലെ പ്യുവർ കോട്ടൺ. അടുത്തത് നമ്പർ 2 ആണ്. ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കണ്ടോ. ഇതേപോലെ കേട്ടോ. ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇതേപോലത്തെ ഞാനിപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് കാണിക്കാതിരിക്കുകയായിരുന്നു. കാരണം മഴയൊക്കെ പെയ്തല്ലോ, റെയിനി സീസണായിട്ട് ഇപ്പം ആർക്കും കോട്ടൺ കലംകാരി ഒന്നും വേണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പിക്സ് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറിയാണ് വരുന്നത്. നമുക്ക് പിക്സ് എടുത്തിട്ട് ഇടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്ക് കുറേ ഓർഡേഴ്സ് പാക്കിങ്ങും വീഡിയോ എടുക്കലും പുതിയ ഓണം കളക്ഷൻ വരലും ഒക്കെ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയല്ലോ. നമ്പർ 2 ഇതേപോലെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഇപ്പോൾ ഒരു ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ ഇട്ട് സ്റ്റൈൽ ചെയ്യാം. അങ്ങനത്തെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലോ, മെറൂണോ റെഡോ ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് വേണമെന്നില്ല. എന്ത് വേണമെങ്കിൽ നമുക്ക് നല്ല കോട്ടൺ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. റേറ്റ് സെയിം ആണ്. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. 1499 ഫ്രീ ഷിപ്പ്. അടുത്തത് നമ്പർ 3 ആണ് കേട്ടോ. ഇതേപോലെ ഒരു ഡാർക്ക് കോഫി ബ്ലാക്ക് അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. സാരി ഇതേപോലെ വരും കേട്ടോ. കണ്ടോ, ഇതിൽ ഒരു നാച്ചുറൽ ഡൈങ്ങിലും പ്യുവർ കോട്ടണിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അങ്ങനെ കോട്ടൺ സാരി ആണല്ലോ, അത് മനസ്സിലാക്കണം കേട്ടോ. ഭയങ്കര തിളക്കോ മിനുക്കോ ബ്രൈറ്റ് കളേഴ്സോ അങ്ങനെ ഒന്നും ആവില്ല. ഇതിൻ്റെ ഒരു പ്യുവർ കലംകാരി എങ്ങനെയാണോ ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് അങ്ങനത്തെയുള്ള ലുക്കായിരിക്കും കേട്ടോ. അപ്പം അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതേപോലെയാണ് ബ്ലൗസ് പീസ്. ബ്യൂട്ടിഫുൾ സാരി.
നമ്പർ 3. നമ്പർ 4 ആണ്. ഇതേപോലെ കോഫി ബ്രൗൺ ആണ്. കണ്ടോ, ഇതേപോലെ സാരി വരിക. അതേപോലെ ഓരോ കളറിനും അതിൻ്റെ പ്രിൻറ്റിനും ഒക്കെ അനുസരിച്ച് ഓരോ സാരിയുടെയും ടെക്സ്ചറും ആ ഒരു ഫീലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതാണ് പറഞ്ഞത്, ഓരോ സാരിയും യുണീക്ക് ആയിരിക്കും എന്നുള്ളത്. ഇതാണ് പല്ലു വരിക കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ഇതേപോലെ അൺഈവൺ ആയിരിക്കും. പ്രിന്റ് ഈവൺ ആയിരിക്കണം എന്നില്ല, കളർ ഈവൺ ആയിരിക്കണം എന്നില്ല. ഇംപെർഫെക്ഷൻസും കളർ സ്മഡ്ജും ഒക്കെ ഉണ്ടാവും. അത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഏതൊരു സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പല്ലു ഇതേപോലെ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഒരുപാട് പേർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവരതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് അവർ പറയുക, ഇങ്ങനെ വിചാരിച്ചില്ല, അങ്ങനെ വിചാരിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊന്നും ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതേപോലെ പല്ലു ഇങ്ങനെ. നമ്പർ 4 സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതേപോലെ നമ്പർ കൂട്ടിയെടുത്താൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം അത് നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവൈലബിലിറ്റി പറയാൻ പറ്റും കേട്ടോ. പ്രിൻ്റ് എല്ലാതും ഒരേപോലെയൊക്കെ ഏകദേശം വരിക, മീൻസ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ. അപ്പോൾ നമുക്കത് ഏതാണെന്ന് അവൈലബിലിറ്റി പെട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ നമ്പർ കൂട്ടി തന്നെ എടുക്കാൻ പറയുന്നത്. 5 ആണ്. ഇതേപോലെ ഒരു ബ്ലാക്കിഷ് ടോണിലാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 5. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. നമ്പർ 5 ഇതേപോലെ. പിന്നെ ഇത്തരം സാരികളിൽ അവർ ഡൈ ഡ്രൈ ചെയ്തെടുക്കുന്നത് ഈ പുഴയുടെ തീരത്തും മണ്ണിലും മണലിലൊക്കെ വിരിച്ചിട്ടാണ്. അതുകൊണ്ട് കുഞ്ഞ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവുന്നത് തികച്ചും നോർമലാണ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാത്തത് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. A to Z എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ബ്ലൗസ് പീസ്. ബ്യൂട്ടിഫുൾ സാരി. നമ്പർ 5. നമ്പർ 6 ആണ്. ഇതേപോലെ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 6 നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ പ്രിൻറ്റും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഇതേപോലെ കേട്ടോ. ബ്ലൗസ് ഇതേപോലെ ബ്യൂട്ടിഫുൾ സാരി. നമ്പർ 7 ആണ്. കളറ് ബ്ലാക്ക് ആണ് കേട്ടോ. കളേഴ്സ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ബേസ് കളറാണ്. അതിലൊരു ഡിസൈനൊക്കെ വരുമ്പോൾ ഒരു മിക്സഡ് കളറായിട്ടാണ് വരിക. കണ്ടോ, ബേസ് ബ്ലാക്ക് ആണെങ്കിലും അതിലുള്ള പ്രിൻറ്റും കളറും ഒക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ. ബോർഡേഴ്സ് ഇതേപോലെ വരും. നമ്പർ 7 ആണ്. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, ഇതേപോലെ സാരി വരിക. നമ്പർ 7. ഇത് നമ്പർ 8 ആണ് കേട്ടോ. ഇതേപോലെ ഇതും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ബോർഡേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ ഏത് പ്രിൻ്റ് ആണെങ്കിലും ഏത് കളറാണെങ്കിലും നമ്മളത് വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഉടുക്കാനുള്ളൊരു സുഖം ഒരു രക്ഷയില്ല. ഭയങ്കര കംഫർട്ടബിളാണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂടെടുക്കില്ല. കണ്ടോ, ഇതേപോലെ ബ്ലൗസ്. പിന്നെ ഇതിൻ്റെ ഒരു കലങ്കാരി പ്രിൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ സാരി ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യും. നമ്പർ 8. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ ഒരു ബ്രിക്ക് ഷെയ്ഡാണ്.
ഒരു ബ്രിക്ക് റെഡ് ടോണിലാണ് വന്നിട്ടുള്ളത്. എല്ലാം നാച്ചുറൽ ഡൈയിങ്ങിലാണ്. ഇതേപോലെ സാരി വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് ആൻഡ് പല്ലു ഇതേപോലെ. ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ. ഇതിന് ഈ ഒരു കളർ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് 1499 ഫ്രീ ഷിപ്പിംഗ്. ഇത് നമ്പർ 10 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ഇതൊരു എലിഫൻറ്റ് ബ്ലാക്ക് ആ ഒരു കളറിലാണ് വരിക. ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടിൻ്റായിട്ടാണ് വരിക കേട്ടോ. നമ്പർ 10 ആണ്. ഇതേപോലെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഷൈനി ആയിട്ടുള്ളതല്ല കേട്ടോ. നോട്ട് ടു ബ്രൈറ്റ്. കണ്ടോ ഇതേപോലെ. ഇതിൻ്റെ എഡ്ജിൽ ഇതേപോലെ ഒരു കളർ സ്മഡ്ജ്, അതാ ഒരു ഹാൻഡ് ബ്ലോക്കും ഡൈയിങ്ങും ബ്ലോക്കും ഒക്കെ വരുമ്പോൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ നമ്പർ 10. ഇത് നമ്പർ 11 ആണ്. ഇതേപോലെ വരും കേട്ടോ. ഇതൊരു ഡാർക്ക് മെറൂൺ ബർഗണ്ടി ആ ഒരു ടോണിൽ, ബ്രൗണിൻ്റെ ഒക്കെ അടുത്ത ഷെയ്ഡായിട്ട് വരും. ഇതേപോലെ ഇങ്ങനെ വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. പ്രിന്റ് പാറ്റേണും കണ്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളർ നോക്കിയിട്ടോ എടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ട്. നമ്പർ 11 ആണ്. 1499 ഫ്രീ ഷിപ്പ്. അടുത്തത് നമ്പർ 12 ആണ്. ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. നമ്പർ 12. ആൻഡ് പല്ലു ഇങ്ങനെ വരും. മൾട്ടിപ്പിൾ പ്രിന്റ് പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 12. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ഒരു നമ്പർ കൂട്ടി തന്നെ എടുക്കാം കേട്ടോ. 13. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതേപോലെ സാരി വരിക. ബോർഡേഴ്സ് ഇങ്ങനെ വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്. പല്ലു കണ്ടോ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. അടുത്തത് നമ്പർ 14 ആണ്. ഒരു ബ്ലാക്കിഷ് ടോണാണ് വരുന്നത്. ഇതേപോലെ അതിൽ ഫുൾ ആ ഒരു ഫ്ലോറൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. നമ്പർ 40. പല്ലു ഇതേപോലെ. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 15 ഒരു റെഡിഷ് ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് പാറ്റേൺ. പല്ലു ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന സാരി. 50. അടുത്തത് 16 ആണ്. ഇതൊരു ബ്രൗണും ബ്ലാക്കൊക്കെ മിക്സ് ആയ പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ ഇങ്ങനെയാ സാരി വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു ബോർഡേഴ്സുമായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പല്ലു ഇതേപോലെ. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. ഇഷ്ടമായത് വേഗം നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക്, അതായത് 8304823244 ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, എൻക്വയറി ചെയ്യുക. പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മളെ അറിയിക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. അടുത്തത് നമ്പർ 70. ഇതേപോലെ കേട്ടോ.
നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്. ബോർഡേഴ്സ് ഇതേപോലെ, പല്ലു ഇങ്ങനെ വരും, ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ, വിത്ത് ബോർഡർ. റേറ്റ് സെയിം ആണ്, 1499 ഫ്രീ ഷിപ്പിംഗ്. ഇത് നമ്പർ 18 കേട്ടോ. ഇതും ബ്ലാക്കിഷ് ടോൺ ആണ്. നമ്പർ 18. ബോർഡർ ഇതേപോലെ വരും, പല്ലു ഇങ്ങനെ വരും, ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് നമ്പർ 19 ആണ്. ഇതേപോലെ ഒരു ബ്ലാക്കിഷ് ടോൺ ആണ്. അതിൽ കണ്ടോ ഇതേപോലത്തെ ഒരു യെല്ലോയിഷും ബ്ലൂയിഷും ഒക്കെ കളറ് പ്രിൻ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു മിക്സ് മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതേപോലെ കേട്ടോ. ബ്ലൗസ് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് സാരി വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർഗണ്ടി ബ്രൗൺ ആ ഒരു ഷെയ്ഡാണ്. നമ്പർ 20 ഇതേപോലെ വരും. പല്ലു ഇതേപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗിയിൽ നമുക്കിത് കൊടുത്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. അടുത്തതാ 21. ഇതേപോലെ ഒരു ബ്ലാക്കിഷ് ടോണാണ്. ബോർഡേഴ്സ് ഇതേപോലെ കേട്ടോ. ഓരോന്നും ഡിഫറെൻ്റ് ആണ്, യുണീക്കായിട്ടുള്ള പീസസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ഹാൻഡ് മെയ്ഡ് സാരിയാണ്. ഇതേപോലെ കേട്ടോ. റേറ്റ് സെയിം, 1499. ഇതും ബ്ലാക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സാരി. ഇന്നത്തെ 22 പീസസ്സാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. നമ്മളല്ല കേട്ടോ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ നിന്ന് അവരാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നതെന്ന് അറിയില്ല. നമ്മൾ ഡെയിലി ഒരു 8 PM നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ടാവും. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നൈനിക ഫാഷൻ ലേറ്റസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നൈനിക ഫാഷൻ ടുഡേയ്സ് വീഡിയോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുമെന്നാണ്. പക്ഷെ ഇപ്പോൾ എന്തോ വരാനായിട്ട് ലേറ്റ് ആവുന്നു. അതായത് 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോഴത്തേനും സോൾഡ് ഔട്ട് ആവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്പർ 22. പല്ലു ഇങ്ങനെ, ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. റേറ്റ് വരുന്നത് 1499 ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. കൂടുതൽ ഭംഗിയുള്ള കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.